ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പൊ നമ്മൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വന്നു. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞ്, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൽ മാറ്ററിന്റെ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടുള്ള രണ്ട് ഡിവിഷൻസ് പറഞ്ഞു. ഫിസിക്കലായിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അതേപോലെ ഗ്യാസ് ഉണ്ട്. കെമിക്കലായിട്ട് മാറ്ററിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചേഴ്സും ആയിട്ടാണ് മാറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക് നമ്മളിവിടെ കവർ ചെയ്തു. എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ. എന്താണ് പറയാനുള്ളത്, കെമിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് മാറ്റർ. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ എന്താണ്, മാറ്ററിനുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി നമ്പർ 1.1 അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി നമ്പർ 1.1 കുറച്ച് ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലാസ്സിൽ കുറച്ച് വെള്ളം, ഒരു ഹാഫ് ഓഫ് ദ ക്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ വാട്ടറിലേക്ക് ഒന്നൊക്കെ ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡിസോൾവ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പാർട്ടിക്കിൾസിന് നമ്മൾ എന്താ ഇടയാണ്, ഇപ്പൊ ഇവിടെ നമ്മളെടുത്ത വെള്ളം നമ്മുടെ ഒരു പാർട്ടിക്കിളാണ്. അതുപോലെ നമ്മളിവിടെ കുറച്ച് സോൾട്ട് എടുത്തിട്ടുണ്ട് ടീച്ചർ. അപ്പൊ സോൾട്ട് എന്താണ്, ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ടീച്ചർ ഏകദേശം ഒരു ഹാഫ് ഓഫ് ദ ഒരു ബീക്കർ എടുക്കാൻ നമ്മൾ ടീച്ചർ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഹാഫ് ഓഫ് ദ ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്, അതേപോലെ സോൾട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസോൾവ് ചെയ്യാൻ. സോൾട്ടിനെ ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസോൾവ് ചെയ്തില്ലേ. അപ്പോ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ ലെവലും ഇപ്പൊ ഉണ്ടായ വാട്ടർ ലെവലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മളിപ്പോ വീട്ടിൽ നാരങ്ങ ഉണ്ടാക്കുമ്പോ അതിൽ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലെവൽ കൂടുവോ? ഇല്ലല്ലോ. അപ്പൊ എന്താ അതിന് മനസ്സിലായത് നമുക്ക്, ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ അവരുടെ ഇടയിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. എന്താ ഉണ്ടായത്, സ്പേസ് ഉണ്ട്. അപ്പൊ ഈ വാട്ടറിന്റെ ഇടയിലുള്ള സ്പേസിലേക്കാണ് നമ്മളിപ്പോ ഇവിടെ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോൾട്ട് ഡിസോൾവ് ആയി ഓക്യുപ്പൈ ചെയ്ത് ഇരിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്, വാട്ടർ എന്നുള്ള മാറ്ററിൽ എന്തുണ്ട്, കുറെ സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ടാണ് ആര് പോയത്, നമ്മുടെ ഇവിടെ ഇപ്പൊ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോൾട്ട് പോയത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി. എന്താണ്, പാർട്ടിക്കിൾസ് എന്തുണ്ട്, അവരുടെ ഇടയിൽ സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി, ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. അത് നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മളിവിടെ വെള്ളം എടുത്തു, വെള്ളത്തിൽ സോൾട്ട് ഡിസോൾവ് ചെയ്ത് നോക്കി. അപ്പൊ ഈ സോൾട്ട് എവിടേക്കൊക്കെ പോയത്, അതിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് പോയി, സ്പേസ്. അപ്പൊ പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം, ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ സ്പേസ് എല്ലാ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസിനും സെയിം ആയിരിക്കും. നമ്മളെ 3 കാറ്റഗറീസ് എന്തൊക്കെയായിരുന്നു, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അതേപോലെ ഗ്യാസും ഉണ്ട്. അപ്പോ സോളിഡ് എന്ന് പറയുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, സോളിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പൊ ലൈക്ക് ഈ പെന്ന് പോലെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ഗ്ലാസ് പോലെ എന്താണ്, ഒരു ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സോളിഡ്. അപ്പോ സോളിഡ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെ എപ്പോഴും സോളിഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും ആരുണ്ടാവുക, സോളിഡ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ സ്പേസസ് എന്താണ്, വളരെ കുറച്ച് സ്പേസസ് അല്ലേ ഉള്ളൂ. അപ്പൊ സോളിഡിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് വളരെ കുറവാണ്. അതേപോലെ ഇപ്പൊ നമ്മളിവിടെ ലിക്വിഡ് എടുത്തു. ഈ ലിക്വിഡിന്റെ ഉള്ളിൽ എന്തായിരുന്നു, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോൾട്ട് അതിൽ മിക്സ് ആയി ഇടയിലേക്ക് പോയത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ലിക്വിഡ്സിന്റെ ഇടയിൽ കുറേയും കൂടി നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതെ, അപ്പൊ ലിക്വിഡ്സ് എന്താണ് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കിടക്കുകയാണ് ലിക്വിഡ്സ് ഉണ്ടാവുക. അപ്പൊ ലിക്വിഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതേപോലെ
അതേപോലെ ഗ്യാസ് നമുക്കറിയാം, ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മൊത്തമുള്ളത്. അപ്പൊ നമ്മൾ ബലൂൺ വെപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളതാണ് ഗ്യാസ്. നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലുള്ളതാണ്, അതൊരു ഗ്യാസ് ആണ്. അപ്പൊ അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസസ് ആയിട്ടാണ് ഗ്യാസിനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഗ്യാസിന്റെ ഇടയിലുള്ള സ്പേസ് എന്താണ്, കുറേയും കൂടിയും ഒരുപാട് അധികമായിരിക്കും സ്പേസ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എന്ത് മനസ്സിലായി, പാർട്ടിക്കിൾസിന്റെ ഇടയിൽ പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം, ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആക്ടിവിറ്റി മാത്രമല്ല നമ്മളിവിടെ പറയുന്നത്, നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4. എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്താ? വെരി ഗുഡ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളറാണ് പർപ്പിൾ കളർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഒരു 2 to 3 ക്രിസ്റ്റൽസ് എടുക്കാം. അങ്ങനെ 2 to 3 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റി പോലെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ബീക്കറിലോ ഒരു 100 ml ഓഫ് വാട്ടർ എടുത്തിട്ട്, എത്ര പറഞ്ഞിട്ടുള്ളത്, ഒരു 100 ml ഓഫ് വാട്ടർ എടുത്തിട്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ അതിൽ ഡിസോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു പേർപ്പിൾ കളേർഡ് ആണ്. അപ്പോൾ പേർപ്പിൾ കളേർഡ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടറിന്റെ കളർ എന്താവും, പേർപ്പിൾ കളർ ആവും, ഉറപ്പല്ലേ? അങ്ങനെ ഈ പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഈ വാട്ടർ നമ്മളോട് പിന്നെ അതിൽ ഒരു 10 ml എടുക്കാൻ പറഞ്ഞു. എത്ര ml? 10 ml പുറത്തോട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ 10 ml പുറത്തോട്ട് എടുത്തിട്ട് നമ്മളോട് പിന്നെ പറയാണ് ഈ 10 ml വേറെ പ്യുവർ ആയിട്ടുള്ള വേറൊരു ബീക്കറിൽ എന്തെടുക്കാൻ, ഒരു 90 ml വാട്ടർ എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഒരു 90 ml വാട്ടർ വേറൊരു കണ്ടെയ്നറിൽ എടുത്തിട്ട് ഈ 10 ml അതിലേക്ക് ആഡ് ആക്കാം. 90 ml വാട്ടർ എടുത്തിട്ട് വെറും ക്ലീൻ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ 10 ml കളേർഡ് ആയിട്ടുള്ള പർപ്പിൾ കളേർഡ് വാട്ടർ ആയിട്ടുള്ള ഈ 10 ml നല്ല ഡാർക്ക് കളർ പർപ്പിൾ ആയിട്ട് ബ്ലാക്ക് വെറുതെ കൊടുത്തതാ. അപ്പൊ ഈ 10 ml നമ്മൾ ഈ 90 ml ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒബ്വിയസ് അല്ല, അതിന്റെ കളറ് കുറച്ച് മാറും, അത് കുറച്ച് പർപ്പിൾ കളേർഡ് വാട്ടർ ആയി മാറും. എന്നിട്ട് നമ്മൾ പറഞ്ഞു വീണ്ടും ഇതേ പ്രോസസ്സ്, വീണ്ടും ഇതിൽ നിന്ന് എന്തെടുക്കുക, ഈ 90 ml നിന്ന് ഇതിന് കളർ മാറി, ഈ 100 ml നിന്ന് വീണ്ടും ഒരു 10 ml എടുക്കുക, വേറൊരു 90 ml വാട്ടറിൽ മിക്സ് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു 5 to 6 അല്ലെങ്കിൽ ഒരു 5 to 8 ടൈംസോളം റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എത്ര ടൈംസ്? ഒരു 5 to 8 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്ക് എന്താ റിസൾട്ട് കിട്ടുകയെന്ന് വെച്ചാൽ ലാസ്റ്റ് കിട്ടുന്ന ഈവൻ സൊല്യൂഷനിൽ പോലും എന്തുണ്ടാവും, ഒരു ചെറിയ ടിന്റ് ഓഫ് പർപ്പിൾ, ഒരു ചെറിയൊരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ നമുക്ക് ആ സൊല്യൂഷനിലും ഒരുപാട് തവണ ഡിസോൾവ് ചെയ്താലും ആ സൊല്യൂഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് പർപ്പിൾ കളർ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ നെക്സ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്ത പാർട്ടിക്കിൾസ് ഇങ്ങനെ പാർട്ടിക്കിളായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, അവരുടെ ആ കളർ ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞാലും അതിന്റെ എന്തുണ്ട്, ആ കളർ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, മാറ്ററിന്റെ പർട്ടിക്കുലേറ്റ് നേച്ചർ ആണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട്, ഈ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്ത്, മാറ്റർ ഹാവ് പർട്ടിക്കുലേറ്റ് നേച്ചർ. ഏതാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടാണ് ടു പ്രൂവ് ദാറ്റ് മാറ്റർ ഹാവ് പർട്ടിക്കുലേറ്റ് നേച്ചർ, അല്ലെങ്കിൽ മാറ്റർ ഹാവ് ആ സ്പേസ്, ആ പർട്ടിക്കുലേറ്റ് നേച്ചർ മാത്രമല്ല അവരുടെ എന്തുണ്ട്, സ്പേസ്, മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അപ്പൊ ഈ ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ രണ്ട് ആക്ടിവിറ്റീസിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 1.3. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇനി അടുത്തത് എന്താ, ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. എന്താണ് മാറ്ററിൽ ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. നമുക്ക് കണ്ടിന്യൂസ്ലി പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് പറയുന്നത്. ആക്ടിവിറ്റി നമ്പർ 1.3. ഇതിപ്പോ നമുക്ക് ആക്ടിവിറ്റി കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സാധനം വെച്ചിട്ടാണ്. എന്താ പറയുക, ഇൻസെൻസിറ്റിക് എന്താ, ചന്ദനത്തിരി. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു കത്തിക്കാതെ വെറുതെ ഒരു ലിറ്റ് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഒരു ചന്ദനത്തിരി ഇങ്ങനെ വെച്ചു. ഓക്കെ, ജസ്റ്റ് ഒരു ചന്ദനത്തിരി കേട്ടോ, പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, ജസ്റ്റ് ഒരു ചന്ദനത്തിരി നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ കത്തിക്കാതെ വെച്ചു.
മണക്കുവോ? ഇല്ലല്ലോ. നമ്മൾ അടുത്തിങ്ങനെ പോയി മണത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്മെൽ എടുക്കും. അതല്ലാണ്ട് ക്ലാസ്സിന്റെ മറ്റേ കോർണറിൽ പോയി ഇരുന്ന് നോക്കി നമുക്ക് അതിന് മണം വരുമോ? ഇല്ല അല്ലെ. അതെന്തായിരിക്കും? അതേസമയം ഞാനിപ്പോ ഇവിടെ കത്തിച്ചതിന്റെ ഫ്യൂസ് ഇങ്ങനെ ക്ലാസ്സിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പൊ ക്ലാസ്സിൽ ഏത് മുക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ സ്മെല്ല് അവിടെ എത്താൻ തുടങ്ങൂല്ലേ? അതിന്റെ കാരണം എന്തായിരിക്കും? അതാണ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവ്. നമുക്ക് എന്ത് മനസ്സിലായി? ഈ ചെന്നതിൽ അല്ലെങ്കിൽ ഇൻസെൻസ് സ്റ്റിക്കിന്റെ പാർട്ടിക്കിൾസ് അപ്പോ മൂവ് ചെയ്തിട്ടാണ് അപ്പുറത്തെത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ മൊത്തം അല്ലെങ്കിൽ ആ റൂമിൽ മൊത്തം ആ സ്മെല്ല് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നടക്കുന്നത്. നമ്മളിപ്പോൾ നന്നായി ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക, അപ്പോൾ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. എന്തായിരിക്കും? നമ്മൾ അമ്മമാർ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് ഉമ്മറത്തിരിക്കുന്ന ആണെങ്കിൽ വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാണെങ്കിലും കിച്ചണിൽ നിന്ന് മണം വരും. അത് എന്തുകൊണ്ടാ? ഇതേ സംഭവം തന്നെയാണ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്തിട്ടാണ് ആ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഈ മൂവ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്മെല്ല് കിട്ടുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. എന്താ വിളിക്കുക? ഡിഫ്യൂഷൻ. മനസ്സിലായോ? ഡിഫ്യൂഷൻ വഴിയാണ് നമുക്ക് ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതും അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി എല്ലായിടത്തേക്ക് ആ സ്മെല്ല് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പൊരിച്ചു വേണ്ടി എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ നമ്മൾ വണ്ടിയിലൊക്കെ പുറത്ത് പോയി വരികയാണെങ്കിൽ നമുക്ക് ഹോട്ടൽസിൽ നിന്നോ അല്ലെങ്കിൽ ബേക്സിൽ നിന്നൊക്കെ എന്ത് മണം വരും? ഷവർമയും ഷവായും നമുക്ക് വെള്ളം വരുന്നില്ല വായിൽ. ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ മണം നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ അത്? അവരൊക്കെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ടെമ്പറേച്ചർ. എന്താണ്? കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ പാർട്ടിക്കിൾസിന്റെ എന്ത് കൂടും? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാർട്ടിക്കിൾസിന് കൂടും. എന്താ കൂടുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ കൈനറ്റിക് എനർജിയും കൂടും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ പാർട്ടിക്കിൾസ് സ്പീഡായിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഡിഫ്യൂഷൻ എന്താവും? പെട്ടെന്ന് നടക്കും. അപ്പൊ നമുക്ക് എന്ത് മൂവ് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിൾസ് ഒക്കെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എന്തിനൊക്കെ നമുക്ക് എന്തും ആലോചിച്ചു. ബിരിയാണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷവർമ, ഷവായോ, അൽഫാം, അങ്ങനെ എന്ത് സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ അതിന്റെ ഒക്കെ മണം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രോപ്പർട്ടി ഡിഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഡിഫ്യൂഷൻ എപ്പോഴാണ് നടക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ അവിടെ എന്തെടുക്കും? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് സ്പീഡ് കൂടും. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്പ്രേ ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിന്റെ സ്പ്രേ നല്ല മണമാണല്ലോ, ഏതാണെന്ന് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കില്ല. അതെന്താ? ഇതേ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നമ്മൾ ഡ്രസ്സിൽ അടിച്ചിട്ടുള്ള ആ സ്പ്രേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഡിഫ്യൂഷൻ വഴി അവിടെ അവർക്ക് സ്മെല്ല് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പാർട്ടിക്കിൾസിന്റെ ഈ പ്രോപ്പർട്ടി ക്ലിയർ അല്ലേ? പാർട്ടിക്കിൾസ് എന്താണ്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇതിപ്പോ നമ്മൾ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളോട് ആക്ടിവിറ്റി നമ്പർ 1.4 ആക്ടിവിറ്റി നമ്പർ 1.4 പറയുന്നത് എന്താ അറിയോ? നമ്മളോട് ഒരു ബീക്കർ, രണ്ട് ബീക്കർ എടുക്കാൻ പറഞ്ഞു. ഒന്നിൽ ഇത്തിരി എന്തെടുക്കാൻ പറഞ്ഞു? ഇങ്ക് എടുക്കാൻ പറഞ്ഞു. ഓക്കെ. ഒന്നിൽ ഇത്തിരി ഹണി. ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ കേട്ടോ. വളരെ കുറച്ച് ഡ്രോപ്സ് എടുത്താൽ മതി, ഇങ്കും ഹണി. ഇതിനോട് നമ്മളോട് വാട്ടർ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. വാട്ടർ ആഡ് ചെയ്തു, മിക്സ് ആക്കി. കുറച്ച് മിക്സ് ആക്കില്ല, വാട്ടർ ആഡ് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ എടുക്കുക നമ്മൾ ആദ്യം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വാട്ടർ എടുക്കാം. വാട്ടർ എടുത്തിട്ട് അതിലോട്ട് നമ്മളോട് ഇങ്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ നമ്മളോട് എന്ത് ചെയ്യും? ഹണി ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ട് നമ്മളോട് കുറച്ച് നേരം അവിടെ വെക്കാൻ പറഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണാം? നമുക്ക് ഈ ഇങ്കും ഹണിയും കുറച്ച് ഡിഫ്യൂസ് ആയിട്ട് കാണാം. ആരായിരിക്കും ആദ്യം ഇതിൽ ഡിഫ്യൂസ് ചെയ്യാം? ആരായിരിക്കും? അതെ, നമുക്ക് എന്താണ്? ഇങ്ക് ആയിരിക്കും ആദ്യം ഡിഫ്യൂസ് ചെയ്യുക. എന്താ റീസൺ? ഇങ്ക് എന്താണ്? കുറച്ചുകൂടി ഡെൻസിറ്റി കുറഞ്ഞ ആളാണ്. അപ്പൊ അവര് പെട്ടെന്ന് വാട്ടറിൽ ഡിഫ്യൂസ് ആവും. അപ്പൊ ഈ ഡിഫ്യൂഷൻ, ഈ ഒരു പാർട്ടിക്കിളിന്റെ നേച്ചറും അതിന്റെ ഹണിയുടെ കുറച്ചും കൂടി കട്ടിയുള്ള സബ്സ്റ്റൻസ് അല്ലേ, അപ്പൊ ഡിസോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഡിഫ്യൂഷന്റെ സ്പീഡ് എന്താണ്? പാർട്ടിക്കിൾസിന്റെ ഈ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കാര്യം. അപ്പൊ ലിക്വിഡ്സിലാണെങ്കിൽ എന്താണ്? ഡിഫ്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇങ്ങനെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? പാർട്ടിക്കിൾസ് സെക്കൻഡ് പ്രോപ്പർട്ടി ആണ്. പാർട്ടിക്കിൾസ് എന്താണ്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോപ്പർട്ടിക്ക് പോവാം. അടുത്ത പ്രോപ്പർട്ടി എന്താ? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. പാർട്ടിക്കിൾസ് അവർ തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടി നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റി നമ്പർ 1.7 ആണ്. ആക്ടിവിറ്റി നമ്പർ 1.7
1.7 എന്താ പറയണെന്ന് വെച്ചാല് പാർട്ടിക്കിൾസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 സാധനങ്ങൾ എടുക്കാണ്. ഒരു അയൺ നെയിൽ എടുക്കാൻ പറഞ്ഞു, അതേപോലെ ചോക്ക് എടുക്കാൻ പറഞ്ഞു, പിന്നെ ഒരു റബ്ബർ ബാൻഡ് എടുക്കാനും പറഞ്ഞു. ഓക്കെ, എന്തൊക്കെ എടുക്കാൻ പറഞ്ഞു? അയൺ നെയിൽ, അതേപോലെ ചോക്ക്, പിന്നെ റബ്ബർ ബാൻഡ്. നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇവര് സ്ട്രെച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാമറിങ് ചെയ്തിട്ടോ, അതായത് അടിച്ചു പൊട്ടിക്കുക അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവ തമ്മിൽ ഇത് പൊട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ബ്രേക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അയണ്ണയിൽ ഹാമർ വെച്ച് അടിച്ചുകൊണ്ട് പൊട്ടുവോ? ഇല്ല, അയണ്ണയിൽ എന്ത് ചെയ്യില്ല, പൊട്ടില്ല. ചോക്ക് ജസ്റ്റ് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഫോഴ്സ് എടുത്താൽ മതി, എന്ത് ചെയ്യും? ചോക്കിന്റെ കാര്യം തീരുമാനമാവും. അതേപോലെ റബ്ബർ ബാൻഡോ ഇങ്ങനെ വലിച്ച ആദ്യം പൊട്ടില്ല, പക്ഷെ നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്താൽ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് പൊട്ടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ അയൺ നെയിലില് അവിടെയുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? ഭയങ്കരമായിട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. ഇത് നമുക്ക് ഇതിൽ കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? എന്ത് വഴിയാണ്? ഈ അയൺ നെയില് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈവൻ റബ്ബർ ബാൻഡ് ആണെങ്കിൽ ആദ്യത്തെ തട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് റബ്ബർ ബാൻഡ് എന്ത് ചെയ്യുന്നുള്ളൂ? പൊട്ടുന്നുള്ളൂ. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു കൈൻഡ് ഓഫ് ലെവൽ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ചോക്കിലാണെങ്കിലും ചോക്ക് പെട്ടെന്ന് വിടും. അപ്പൊ അവിടെയുള്ള അട്രാക്ഷൻ എന്താണ്? കുറച്ച് കുറവാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ആക്ടിവിറ്റി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ഇരിക്കും ഇവിടെ തമ്മിലുള്ള അട്രാക്ഷൻ. ഒന്ന് ആലോചിക്കുക, ഞാൻ ഈ 2 വിരൽ ജസ്റ്റ് പിടിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതെന്താ? പുറത്തുനിന്ന് ഒരാളൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഇത് പൊട്ടില്ലേ? പൊട്ടും. അതനുസരിച്ച് രണ്ട് സൈഡിലും 2 വിരലെടുത്തിട്ട് പിടിക്കുകയാണെങ്കിലോ കുറച്ചും കൂടി സ്ട്രോങ് ആയി. അതേസമയം ഞാൻ ഒരു 2 ഹാൻഡ്സ് തമ്മിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാലും ബ്രേക്ക് ആവില്ല. അതെന്താ? അവർ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്രയും കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി? പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണുള്ളത്? ഒരു അട്രാക്ഷൻ ഉണ്ട്. അതേപോലെ അത് ഓരോ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്, സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, അതിലൊക്കെ ഡിഫറെന്റ്. അപ്പൊ ലിക്വിഡും ഗ്യാസും നമുക്ക് ഓൾറെഡി ഒബ്വിയസ് ആണ്, അട്രാക്ഷൻ വെരി ലെസ് ആണ്. ഈ സമയം സോളിഡില് പല കൈൻഡ് ഓഫ് മാറ്റർ അനുസരിച്ച് അവരുടെ അട്രാക്ഷന്റെ ലെവല് വേരി ചെയ്യും അല്ലേ? സോളിഡും ലിക്വിഡും എന്ന് കരുതി ബാക്കിയുള്ളവരിൽ അട്രാക്ഷൻ ഇല്ല എന്നല്ല, പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തുള്ളത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്രയും ഹൈ ആയിട്ടുള്ളത് ആരിലാണ്? നമ്മൾ പറഞ്ഞ സോളിഡിലാണ്. അപ്പൊ സോളിഡിലും ഡിഫറെന്റ് ലെവൽ ഓഫ് അട്രാക്ഷൻ. ഇപ്പൊ അയണിലും ഒരു തരത്തിലും ബ്രേക്ക് ആവുന്നില്ല എന്നുള്ളതുണ്ട്. അവിടെ തമ്മിലുള്ള ആ പാർട്ടിക്കിൾസ് തമ്മിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ബ്രേക്കിംഗ് സംഭവിക്കാത്തത്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി ടു പ്രൂവ് ദാറ്റ് പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ എന്താ പ്രൂവ് ചെയ്യാൻ പറ്റി? പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്തില്? മാറ്ററില് പരസ്പരം പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രൂവ് ചെയ്യാൻ പറ്റി. നമ്മള് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഇത്രയും നേരം ഈ പല ആക്ടിവിറ്റീസ് വെച്ച് നമ്മൾ പറഞ്ഞത്. എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. നമുക്ക് ഇതൊന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പോ നമുക്ക് ആദ്യം എന്താ പറയാനുള്ളത്? പാർട്ടിക്കിൾസ് ആർ വെരി വെരി ടൈനി ഇൻ സൈസ്. പാർട്ടിക്കിൾസ് എന്താണ്? വെരി വെരി ടൈനി ഇൻ സൈസ്. പാർട്ടിക്കിൾസ് ആർ വെരി വെരി ടൈനി ഇൻ സൈസ്. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത്? നമ്മള് ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഉപ്പിനെ നമുക്ക് കാണാൻ പറ്റി അല്ലേ? നമ്മൾ എടുത്ത ഉപ്പിനെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് എന്താ അവിടെ സംഭവിച്ചത്? ഉപ്പിനെ നമുക്ക് പിന്നെ കാണാൻ പറ്റുമോ? ഇല്ല. ആ ഉപ്പ് ആ വെള്ളത്തിന്റെ സ്പേസിലേക്ക് ഡിസോൾവ് ആയി പോയി. പക്ഷെ അതിൽ ഉപ്പ് അടങ്ങിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ ആ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിനെന്തുണ്ട്? ഉപ്പ് രസമുണ്ട്. അതായത് ഉപ്പിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ പാർട്ടിക്കിൾസ് അത്രയും മൈന്യൂട്ട് സൈസ് ആയിരിക്കും, വെരി ടൈനി സൈസ്, അത്രയും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൈസ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഡിസോൾവ് ആയി പോയി. അപ്പൊ എന്താണ്? പാർട്ടിക്കിൾസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ടൈനി സൈസ് ആയി, പക്ഷെ അവരവിടെ ഉണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കി? പാർട്ടിക്കിൾസ് നമുക്ക്
ഈവൻ വെരി വെരി ടൈനി സൈസിലേക്ക് വരെ മാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് പാർട്ടിക്കിൾസ്. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസിന് എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഈ സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലായത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സ്പെരിമെന്റ് തന്നെ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആയി. അപ്പൊ ഉപ്പിന് എന്തുകൊണ്ടാണ് ഡിസോൾവ് ചെയ്യാൻ, ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റിയത്? ആ വെള്ളത്തിൽ സ്പേസ് ഉള്ളത്, അവിടെ ഡിസോൾവിങ്, ആ ഒരു പ്രോപ്പർട്ടി ഡിസോൾവിങ് നടന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റിയത്? അവിടെ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ആ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആ സ്പേസിലോട്ടാണ് ഈ പാർട്ടിക്കിൾസ് കയറി ചെന്നത്. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇറ്റ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം, പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അടുത്ത പ്രോപ്പർട്ടിയാണ് പാർട്ടിക്കിൾസ് ആർ, എന്താ പറഞ്ഞേ? പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഏറ്റവും എളുപ്പത്തിലുള്ള എക്സാമ്പിൾ, നമ്മുടെ ചന്ദനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സ്പ്രേ അടിക്കുന്ന കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഫുഡിന്റെ സ്മെല്ല് റൂമിൽ മൊത്തം സ്പ്രെഡ് ആവുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് നമ്മൾ പറഞ്ഞു? ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു? ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡിഫ്യൂഷൻ കാരണം പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും? നമുക്ക് നല്ല രീതിയിൽ സ്മെല്ല് കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇതേപോലെ ഇതിപ്പോ നമുക്ക് ലിക്വിഡിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലൊക്കെ മൂവ് ചെയ്യുന്ന കാര്യം പറയാം. സോളിഡ്സ് മൂവ് ചെയ്യുമോ? സോളിഡ്സ് മൂവ് ചെയ്യുമോ? ആക്ച്വലി സോളിഡ്സും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിഫ്യൂഷൻ, ലിക്വിഡ്സിന്റെ ഗ്യാസിന്റെ കേസിലൊക്കെ നമ്മൾ എന്താ പറയുക? ഗ്യാസിന്റെ കേസിൽ അവര് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൂടും, അപ്പൊ പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കും. അപ്പൊ സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ്ലി അടിക്കടിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാർട്ടിക്കിൾസ് തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോഴും അവിടെ എന്തുണ്ട്? ഒരു ചെറിയൊരു കൈനറ്റിക് എനർജി അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ചെറിയൊരു കൈനറ്റിക്, കുറച്ചുള്ളൂ കേട്ടോ, ഈവൻ ആ ചെറിയൊരു കൈനറ്റിക് എനർജിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നിൽക്കുന്ന സ്പേസ് ഏതാണോ ആ സ്പേസിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യും. അതാണ് സോളിഡ്സിന്റെ കേസിൽ ആ ഒരു മൂവ്മെന്റ് പറയുന്നത്. അപ്പൊ സോളിഡ്സിൽ എന്ത് നടക്കുന്നുണ്ട്? മൂവ്മെന്റ്, പാർട്ടിക്കിൾസിൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അടുത്തത് പാർട്ടിക്കിൾസ്, ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? അവർ തമ്മിൽ അട്രാക്ട് പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. ഇതിന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ എക്സാമ്പിൾ പറഞ്ഞത്? നമ്മുടെ അയൺ നെയിലിന്റെ കേസ് ഒക്കെ പറഞ്ഞല്ലേ? അപ്പൊ എന്താ അവിടെ അട്രാക്ഷൻ നടക്കുന്നത്? പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ഈച്ച് അതർ എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പാർട്ടിക്കിൾസിൽ ഇപ്പൊ അയൺ നെയിൽ ആയിക്കോട്ടെ, റബ്ബർ ബാൻഡ് ആയിക്കോട്ടെ, അവർ വലിയുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഒരു ആ സ്ട്രോങ് അട്രാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അവർ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള എന്ത് സബ്സ്റ്റൻസ് ആണെങ്കിലും, ഇപ്പൊ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആയാലും അവരുടെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കാനുള്ള കാര്യം എന്താ? അവർ തമ്മിലൊരു മിനിമം ലെവൽ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോളിഡ്സിന്റെ കേസിൽ ഈ അട്രാക്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ അതിന് നല്ല ഹൈ ആയിട്ടുള്ള ഒരാളാണ് അയൺ നെയിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ. ചോക്കിന്റെ കേസിൽ കുറച്ചും കൂടി കുറവാണ്. റബ്ബർ ബാൻഡിന്റെ കേസിൽ അതിനെക്കാട്ടി കുറച്ച് ഉണ്ട്. പക്ഷെ എന്താണ്, എന്നാലും നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും എന്തുണ്ട്? പാർട്ടിക്കിൾസിൽ പരസ്പരം അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. എന്തൊക്കെയാണ്? പാർട്ടിക്കിൾസ് ആർ വെരി വെരി ടൈനി ഇൻ സൈസ് ആണ്. അതേപോലെ ദേ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അതേപോലെ പാർട്ടിക്കിൾസ് ആർ എന്താണ്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ദേ അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഓരോ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസും ഇങ്ങനെ പല ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ക്യാരക്ടേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പല കൈൻഡ് ഓഫ് സ്റ്റേറ്റ്സ് അറൈസ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ദീസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അറൈസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. എന്താ പറയുന്നത്? ദീസ് states of matter arise due to variation in the characteristics of particles of matter.
various states of matter arise due to the variation in the characteristics of particles of matter. അപ്പോൾ പല ക്യാരക്ടേഴ്സിനെ ആ അറേസ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഈ പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടേഴ്സിന്റെ ബേസ് ചെയ്താണ് പല സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അറേസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന 3 സ്റ്റേറ്റ്സ് ഏതൊക്കെ? യെസ്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അതേപോലെ ഗ്യാസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കം മുതൽ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം എന്താണ് മാറ്റർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എനിത്തിങ് ദാറ്റ് ഹാവ് എ ഡെഫിനിറ്റ് മാസ് ആൻഡ് ഇറ്റ് ക്യാൻ ഓക്യുപൈ സ്പേസ് ഈസ് കൺസിഡർഡ് ആസ് എ മാറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്കൊക്കെ പോയി അല്ലേ? എങ്ങനെയാണ് മാറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കെമിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്യുവർ ആയിട്ടും മിക്സ്ചേഴ്സ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. അവർ ടൈനി ഇൻ സൈസ് ആണ്, അവർ അട്രാക്ട് ചെയ്യും ഈച്ചത്, അതേപോലെ ദേ കണ്ടിന്യൂസ്ലി മൂവ്, അതേപോലെ ദേ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ നമ്മൾ ബേസിക്കലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ്? സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും അതേപോലെ ഗ്യാസ് ആയിട്ടും ഡിവൈഡ് ചെയ്ത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താ പറയാ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് ഈ 3 സ്റ്റേറ്റ്സിനെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഗ്രീൻ ചാനലിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ടീച്ചറെ കോൺടാക്ട് ചെയ്യാം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ. അതേപോലെ നെക്സ്റ്റ് ഭാഗം നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.